വികസനത്തിലൂടെ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയെടുക്കുന്നതിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. വ്യവസായ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ കിഫ്ബി ഫണ്ട് വലിയ സഹായമാണ് നൽകിയിട്ടുള്ളത്. കേരളത്തിൻ്റെ സമഗ്രമായ മാറ്റത്തിൽ കിഫ്ബി നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ നിസ്തുലമാണ്. വ്യവസായ മേഖലയിൽ അതിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനം വലിയ മുതൽ മുടക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വിഭവ സമാഹരണത്തിനകത്തും ഇന്നും സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിക്കുള്ളിൽ നിന്നും ബജറ്റിലൂടെ ലഭിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് ആ കാര്യം നിർവഹിക്കാൻ കഴിയുകയില്ല. അപ്പോഴാണ് പുതിയ രൂപത്തിലേക്ക് കിഫ്ബി ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് പിന്തുണയുമായി വരുന്നത്. കേരളത്തിന്റെ അഭിമാന പദ്ധതിയെന്നും ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാം എന്നും വിശേഷിപ്പിക്കുന്ന പാലക്കാട് മാനുഫാക്ചറിംഗ് സ്മാർട്ട് സിറ്റിയുടെ സ്ഥലം ഏറ്റെടുക്കലിന് സർക്കാർ ചെലവഴിച്ച 1710 കോടി രൂപ പൂർണ്ണമായും കിഫ്ബി ഫണ്ടിൽ നിന്നാണ് ലഭ്യമായത്. ഗ്ലോബൽ സിറ്റിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കലിനുള്ള 800 കോടിയോളം രൂപയും കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്. കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായിട്ടുള്ള പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി, മാനുഫാക്ചറിംഗ് സ്മാർട്ട് സിറ്റി, അതിനാവശ്യമായ 1710 ഏക്കർ ഭൂമി 10 മാസത്തിനുള്ളിൽ ഏറ്റെടുത്ത് കൈമാറാൻ നമുക്ക് കഴിഞ്ഞത് കിഫ്ബി നൽകിയിട്ടുള്ള ഫണ്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. സങ്കീർണതകളില്ലാതെ സമയത്ത് തന്നെ കിഫ്ബിയുടെ ഫണ്ട് ലഭ്യമായതുകൊണ്ട് ഈ ദൗത്യം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. കണ്ണൂർ മേഖലയ്ക്കടുത്തുള്ള കിൻഫ്രയുടെ വ്യവസായ പാർക്ക് വികസനം, മട്ടന്നൂർ മേഖലയിലുള്ള വ്യവസായ പാർക്ക് എന്നിവയിലെല്ലാം കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണ ഉണ്ടായിട്ടുണ്ടെന്നതും പ്രസക്തമാണ്. കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി വ്യവസായ മൂലധനം കൂടുതൽ ആകർഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും കിഫ്ബി നൽകിയിട്ടുള്ള സംഭാവനകൾ നിസ്തുലമാണ്. കൊച്ചി സർവകലാശാലയിൽ അത്യന്താധുനികമായ ലാബ് സൗകര്യങ്ങൾ, ഇന്റർനാഷണൽ വനിതാ ഹോസ്റ്റൽ സൗകര്യം, ട്രാൻസ്ഫർമേഷൻ ലാബുകൾ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നതിന് 400 കോടി രൂപയോളം കിഫ്ബി വഴി നൽകിയിട്ടുള്ളൂ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ കണ്ണൂർ മേഖലയിൽ, മട്ടന്നൂർ മേഖലയിലുള്ള നമ്മുടെ വ്യവസായ പാർക്കുകളുടെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയയും ഈ രൂപത്തിൽ തന്നെയാണ്. പെട്രോ കെമിക്കൽ പാർക്ക് കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒന്നാണ്. FACTയുടെ ലാൻഡ് വാങ്ങി അവിടെ പെട്രോ കെമിക്കൽ പാർക്കിൻ്റെ നിർമ്മാണം അത് നടത്തുന്നതിനാവശ്യമായ സാമ്പത്തിക പിന്തുണയും കിഫ്ബി നൽകുന്നുണ്ട്. HMT NAD പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് 25 കൊല്ലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് സീപോർട്ട് എയർപോർട്ട് റോഡ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നതിന് പിന്നിലും കിഫ്ബി തന്നെയാണ്. വ്യവസായ വകുപ്പിന് കീഴിലുള്ള കിഫ്ബി പദ്ധതികൾ ഭൂരിഭാഗവും വ്യവസായ പാർക്കുകളുടെയും
ഇൻഡസ്ട്രിയൽ ഇടനാഴിയുടെയും വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുള്ളതാണ്. കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിക്കും കണ്ണൂർ പാലക്കാട് വ്യവസായ അടിസ്ഥാന സൗകര്യ അടക്കമുള്ള ഭൂമി ഏറ്റെടുക്കൽ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്ത് ബയോ ലൈഫ് സയൻസ് പാർക്കിനും എറണാകുളത്ത് പെട്രോ കെമിക്കൽ പാർക്കിനും വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായി. കൊച്ചി ബംഗളൂരു വ്യാവസായിക ഇടനാഴി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൊച്ചിയിൽ ഗ്ലോബൽ സിറ്റി പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കൽ പദ്ധതികൾ പുരോഗമിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഗിഫ്റ്റ് സിറ്റി. ഇപ്പോൾ അത് പിന്നീട് ഗ്ലോബൽ സിറ്റി എന്ന് നമ്മൾ പേര് മാറ്റിയെങ്കിലും യൂണിയൻ ഗവൺമെൻറ് അംഗീകാരം നൽകിയിട്ടില്ല. ആ അംഗീകാരത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭൂമി വാങ്ങുന്നതിനാവശ്യമായിട്ടുള്ള പണം കിഫ്ബി ഇപ്പോൾ തന്നെ ക്രമീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ വ്യവസായ മേഖലയിലെ വലിയ മാറ്റത്തിന് സഹായകരമായിട്ടുള്ള ഒരു സംവിധാനമായി കിഫ്ബി മാറി. വിഴിഞ്ഞം പോർട്ടിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യവസായ ഇടനാഴി രൂപപ്പെടുത്തുന്നതിനും ആവശ്യമായ സാമ്പത്തിക പിന്തുണ നൽകാവുന്ന സ്കീമും കിഫ്ബി ആവിഷ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സുസ്ഥിരവും മൂല്യവർദ്ധിതവുമായ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് കാപ്പി കൃഷിയിൽ വിപ്ലവം സൃഷ്ടിക്കുക എന്നതാണ് വയനാട്ടിലുള്ള കാർബൺ ന്യൂട്രൽ കോഫി പാർക്ക് പദ്ധതി ലക്ഷ്യമിടുന്നത്. കൽപ്പറ്റയ്ക്ക് സമീപം സ്ഥാപിക്കാനിരിക്കുന്ന പാർക്കിൽ തുടക്കത്തിൽ 2000 ചെറുകിട കർഷകർക്ക് സേവനം നൽകും. അടുത്ത ഘട്ടത്തിൽ ഇത് 10,000 പേർക്ക് സേവനം നൽകുന്ന തരത്തിലേക്ക് വിപുലീകരിക്കുക എന്നതാണ് ലക്ഷ്യം. വെറ്റ് ആൻഡ് ഡ്രൈ മില്ലുകൾ, റോസ്റ്റിംഗ്, പാക്കേജിംഗ്, വെയർഹൌസിംഗ് എന്നിവയുൾപ്പെടെ ആധുനിക കാപ്പി സംസ്കരണ സൗകര്യങ്ങളോടെയാകും കോഫി പാർക്ക് സജ്ജമാകുക. ഗുണനിലവാര നിയന്ത്രണം, കേന്ദ്രീകൃത വിപണനം എന്നിവ ഉറപ്പാക്കുന്നതിലൂടെ പ്രാദേശിക കർഷകർക്ക് ഉയർന്ന വരുമാനം ലഭ്യമാക്കാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. ഉയർന്ന വിപണി വില ലഭിക്കുന്ന പ്രീമിയം വാഷ്ഡ് റോബസ്റ്റ കാപ്പി സംസ്കരിച്ച് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കലാണ് പാർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. തണലിൽ വളർത്തുന്ന കാപ്പി, ഉത്തരവാദിത്തമുള്ള ജല ഉപയോഗം തുടങ്ങി പരിസ്ഥിതി സൗഹൃദ രീതികളിലൂടെ പരിസ്ഥിതി സുസ്ഥിരതയും ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. കിഫ്ബിയുടെ ധനസഹായത്തോടെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപീകരിക്കുന്ന പാർക്കിന്റെ വരുമാന സ്രോതസ്സുകളിൽ പ്രോസസ്സിംഗ് ഫീസ്, സ്പെഷ്യാലിറ്റി കാപ്പിയുടെ വിൽപ്പന, ഇക്കോ ടൂറിസം, വിദ്യാഭ്യാസ പരിപാടികൾ എന്നിവ ഉൾപ്പെടുന്നു. ചെറുകിട ആദിവാസി കർഷകരെ ശാക്തീകരിക്കുന്നതിനും ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും സുസ്ഥിര കാപ്പി ഉൽപ്പാദനത്തിൽ വയനാടിനെ മുൻപന്തിയിലെത്തിക്കുന്നതിനും ഉന്നം വയ്ക്കുന്ന പദ്ധതിക്കായി സ്ഥലം വാങ്ങുന്നതിന് നിലവിൽ 9.80 കോടി രൂപയുടെ ധനസഹായം കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്.
സ്റ്റാൻഡേർഡ് ന്യൂസ് പ്രിന്റ് ഗ്രേഡുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹെവി ഇൻഡസ്ട്രീസ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു മിനി രത്ന പബ്ലിക് സെക്ടർ സ്ഥാപനമായിരുന്ന കോട്ടയം വെള്ളൂരിലെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് എന്ന HNL 2014-15 സാമ്പത്തിക വർഷം മുതൽ തുടർച്ചയായി സാമ്പത്തിക നഷ്ടം നേരിടുകയും 600 കോടിക്ക് മീതെയുള്ള കടബാധ്യതയിൽ എത്തിപ്പെടുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി 2019 നവംബറിൽ RBL ബാങ്ക് ഇൻസോൾവൻസി നടപടികൾ ആരംഭിക്കുകയും കമ്പനി കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. HNL-ന് ആകെയുള്ള 98.68 ഏക്കർ ഭൂമിയിൽ നിന്ന് ഒഴിവായി കിടന്ന 300 ഏക്കർ ഭൂമി വ്യവസായ പാർക്കിനായി വികസിപ്പിച്ച് സാമ്പത്തികമായി പ്രയോജനപ്പെടുത്താനാണ് ഉദ്ദേശം. പദ്ധതിയുടെ ഭാഗമായി കിഫ്ബി ഫണ്ടിങ്ങിൽ ഉൾപ്പെടുത്തി HNL കടക്കാരെ തീർപ്പാക്കുകയും HNL-ന്റെ മുഴുവൻ ആസ്തികളും ഏറ്റെടുക്കുകയും ചെയ്യുന്നതിനായി കിൻഫ്ര മുഖേന 145.60 കോടി രൂപ നൽകുകയും കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന് പേര് മാറ്റുകയും ചെയ്തു. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് മുഖേന സംസ്ഥാനത്തിന്റെ ക്യാൻസർ ചികിത്സാ ഫാർമസ്യൂട്ടിക്കൽ മേഖല ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള പദ്ധതിയാണ് ഓങ്കോളജി പാർക്ക് പദ്ധതി. ഭൂമിയുടെ ചെലവുൾപ്പെടെ രൂപ 254.89 കോടി രൂപയുടെ ഏകദേശ ചെലവിൽ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയുടെ DPR നിലവിൽ കിഫ്ബിയുടെ അവലോകനത്തിലാണ്. ഓറൽ സോളിഡ് ഡോസേജുകൾ, ലിക്വിഡ് ലയോഫിലൈഡ്സ് ഇഞ്ചക്ഷനുകൾ, ലയോഫിലൈസ്ഡ് ഇഞ്ചക്ഷനുകൾ എന്നിവയുടെ നിർമ്മാണത്തിനായുള്ള ആധുനിക ഓങ്കോളജി ഫെസിലിറ്റി സജ്ജമാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ലോകാരോഗ്യ സംഘടന പ്രോത്സാഹിപ്പിക്കുന്ന ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് സ്റ്റാൻഡേർഡുകളിലും ആഗോള ഗുണനിലവാര പാരാമീറ്ററുകളും അവലംബിച്ചാണ് പാർക്കിന്റെ രൂപകൽപ്പനയും മരുന്നുകളുടെ നിർമ്മാണവും നടക്കുക. പദ്ധതിയിലൂടെ ക്യാൻസർ രോഗികൾക്ക് കുറഞ്ഞ ചിലവിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ സർക്കാർ വിതരണ സംവിധാനങ്ങൾ മുഖാന്തരം ലഭിക്കുകയും മറ്റു വിപണികൾ കണ്ടെത്തി കയറ്റുമതിയും വ്യാപാരവും വികസിപ്പിക്കുകയും ചെയ്യാനാണ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. വ്യവസായ മേഖലയിലെ ഈ സുപ്രധാന പദ്ധതികൾക്കൊപ്പം കളമശ്ശേരി മണ്ഡലത്തിന്റെ വികസനവും കിഫ്ബിക്ക് അവകാശപ്പെട്ടതാണ്. മധ്യകേരളത്തിൽ അത്യന്താധുനിക ക്യാൻസർ ചികിത്സാ ഗവേഷണ കേന്ദ്രം വേണം എന്നുള്ള നാടിന്റെ ഏറെക്കാലമായുള്ള ആവശ്യം യാഥാർത്ഥ്യമാകുകയാണ്. പൂർണ്ണസജ്ജമായി അത്യന്താധുനിക സൗകര്യങ്ങളോടെ ഈ വർഷം തന്നെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയാവുന്ന വിധത്തിലേക്ക് കൊച്ചി ക്യാൻസർ സെന്റർ മാറിയത് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്.
എറണാകുളം ജില്ലയിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളൊന്നായ ഇപ്പോൾ കഴിഞ്ഞ ബജറ്റ് പ്രഖ്യാപിച്ച കഴിഞ്ഞ മന്ത്രിസഭാ യോഗം അംഗീകരിച്ച 3700 കോടി രൂപയിലധികം ചെലവ് വരുന്ന നമ്മുടെ ഏറ്റവും വലിയ പദ്ധതിയായി വരുന്ന കനാൽ റിജുനുവേഷൻ പദ്ധതി, അതിൻ്റെ അംഗീകാരം, അതേപോലെ തന്നെ ഇപ്പോൾ കൊച്ചി ക്യാൻസർ സെൻറ്റർ, കൊച്ചി മെഡിക്കൽ കോളേജ് ഇവയുടെ അത്യാധുനിക ബ്ലോക്കുകളുടെ നിർമ്മാണം, ഏറെക്കാലമായി പ്രവർത്തനം നിശ്ചലമായ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പോയ 4 നൂറ്റാണ്ടോളമായി ആളുകൾ പ്രതീക്ഷയോടെ നിൽക്കുന്ന സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ വിപുലീകരണത്തിനാവശ്യമായ ഫണ്ടും കിഫ്ബി വഴിയാണ് ലഭ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സർവകലാശാലയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ സാമ്പത്തിക സഹായമാണ് 400 കോടി രൂപയിലധികം കിഫ്ബി ഫണ്ട് വഴി കൊച്ചി സർവകലാശാലയ്ക്ക് ലഭിച്ചത്. 200 കോടിയുടെ സയൻസ് പാർക്കും കൊച്ചിക്ക് ലഭിച്ചിട്ടുള്ളത് ഇതേ പദ്ധതി വെച്ചുകൊണ്ട് തന്നെയാണ്. എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ ഓഡിറ്റോറിയം ഇപ്പോൾ ഉദ്ഘാടനത്തിന് സജ്ജമായി കഴിഞ്ഞു. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഇപ്പോൾ നടക്കാൻ പോകുന്നു. അതിനാവശ്യമായ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ നിർമ്മാണം, ഇതെല്ലാം തന്നെ കിഫ്ബി ഫണ്ട് വഴിയാണ്. പെരുമ്പാവൂർ അതുപോലെ അങ്കമാലി മേഖലയിലെ ഗതാഗത കുരുക്കടിക്കുന്ന ബൈപ്പാസുകൾ നിർമ്മാണം ഉൾപ്പെടെയുള്ള ഒത്തിരിയേറെ പദ്ധതികൾക്ക് കിഫ്ബി വലിയ സാമ്പത്തിക പിന്തുണ നൽകി കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ ഈ സംവിധാനങ്ങൾ വഴി കഴിഞ്ഞു എന്നത് ഓരോ മലയാളിക്കും അഭിമാനിക്കാം. കളമശ്ശേരി മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനുള്ള കുന്നുകര കരുമാലൂർ പഞ്ചായത്തുകളുടെ കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക പിന്തുണയും 53 കോടി രൂപയുടെ പദ്ധതിയും കിഫ്ബി വഴിയാണ് ലഭ്യമായിട്ടുള്ളത്. രാജ്യത്താദ്യമായി നിർമ്മിത ബുദ്ധി നയം രൂപീകരിക്കുന്ന സംസ്ഥാനമാകാൻ ഒരുങ്ങുന്ന കേരളം വ്യവസായ മേഖലയിലും കുതിപ്പ് തുടരുകയാണ്. വ്യവസായ സൗഹൃദ കേരളം എന്ന നിലയിലും നമ്മുടെ സംസ്ഥാനം രാജ്യത്തിന് മാതൃകയായി മുന്നേറുകയാണ്. സർക്കാരിനൊപ്പം തോളോട് തോൾ ചേർന്ന് കിഫ്ബി കൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ നേട്ടങ്ങളെല്ലാം സാധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ വികസന ദൗത്യത്തിൽ നിർണായക പങ്കാളിയായി സർക്കാരിന് പൂർണ്ണ പിന്തുണയുമായി കിഫ്ബി തുടരുമെന്നുറപ്പാണ്.